നമസ്കാരം. ഇറാനിലെ ചബഹാർ തുറമുഖം വഴി വ്യാപാരത്തിനും അതിനോടൊപ്പം തന്നെ ഗതാഗതത്തിനും തുടക്കമിടാനും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള സഹകരണം ആവശ്യപ്പെടാനും ഇന്ത്യ കാബൂളിലെ താലിബാൻ സർക്കാരിനെ സമീപിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായ JP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം കാബൂളിലെ താലിബാൻ സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് താലിബാൻ സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിക്കുന്നുമുണ്ട്. അഫ്ഗാനിസ്ഥാനുമായി രാഷ്ട്രീയവും സാമ്പത്തികവുമായ സഹകരണം വിപുലീകരിക്കാനും ചബഹാർ തുറമുഖം വഴിയുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട്. ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള കരമാർഗത്തിലൂടെയുള്ള ഒരു വ്യാപാര ബന്ധം അത് പാകിസ്ഥാൻ ഇതുവരെയും അനുവദിച്ചു കൊടുത്തിരുന്നില്ല. പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനുമായി വ്യാപാരം നടത്തുന്നതിനായി ഇറാനിലെ ചബഹാർ തുറമുഖം വികസിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അസർബൈജാൻ, അർമേനിയ എന്നിവയ്ക്കിടയിൽ തടസ്സമില്ലാത്ത വ്യാപാരവും ഗതാഗതവും സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 7200 കിലോമീറ്റർ ദൈർഘ്യമുള്ള മൾട്ടി മോഡൽ ഗതാഗത പദ്ധതിയായ ചബഹാർ തുറമുഖത്തെ ഈ രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ പിന്തുണയോ സഹായമോ ഇല്ലാതെ തന്നെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായി പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശം, ഒരു ശക്തമായ സന്ദേശം തന്നെ ഇന്ത്യ ഇതിലൂടെ നൽകുന്നുണ്ട്. നമുക്കറിയാം, കാബൂളിലെ സർക്കാരിനെ ഇതുവരെയും ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഇന്ത്യ താലിബാൻ അവിടെ അധികാരമേറ്റ സമയം മുതൽക്ക് തന്നെ എത്തിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ താലിബാനിലെ ഭരണകൂടവുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.